ഞാൻ തിരികെ എത്താം. ബി.ജെ.പി നേതാവ് സുവർണ പ്രസാദ്, നിങ്ങളുടെ പാർട്ടിയിൽ കള്ളന്മാരില്ല, ബാക്കി എല്ലാ പാർട്ടിയിലുള്ളത് മുഴുവൻ കള്ളന്മാരാണ് എന്ന ആരോപണം ഉയർത്തുക, അത് നടപ്പാക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികളെ ചുമതലപ്പെടുത്തുക, വളരെ ശക്തമായ രീതിയിൽ രാഷ്ട്രീയമായ അതിനെതിരെ ഉയർന്നു വരുന്ന ഒരു പ്രതിരോധമാണ്, പ്രക്ഷോഭമാണ് ഡൽഹി മുതൽ ഇങ്ങ് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിരോധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടിയാണ് ഉയരുന്നത്. അത് മനസ്സിലാക്കുന്നുണ്ടോ ബി.ജെ.പി? അതിനു മുമ്പ് ഞാനൊരു ചോദ്യം, ഈ അഴിമതിയിൽ നിന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ മുക്തമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച എന്ന് പറഞ്ഞുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അണ്ണാ ഹസാരെയുടെ സമരം നമുക്കറിയാം. ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്ന ആ പേരിൽ നടന്ന ആ പ്രക്ഷോഭങ്ങളെല്ലാം നമുക്കറിയാം. UPA സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾ അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ, ഇന്ത്യ രാജ്യം അഴിമതിയുടെ എന്താ പറയാ അന്ധകാരത്തിലേക്ക് വീണു പോയപ്പോൾ ആണ് ഈ അണ്ണാ ഹസാരെയുടെ ഈ പ്രക്ഷോഭമൊക്കെ വരുന്നത്. അതിലൂടെ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി തന്നെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും അഴിമതിയുടെ പേരിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ്. അതുമാത്രമല്ല, അവരുടെ ഉപമുഖ്യമന്ത്രി പോലും 1 വർഷത്തിലേറെയായി ജയിലിൽ കിടക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ 4 കോടതികളിൽ ഈ കേസ് വന്നിട്ടുണ്ട്. 4 കോടതികളിൽ കേസ് വന്നിട്ടും ഇവർക്ക് ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, സുപ്രീം കോടതിയൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദില്ലിയിലെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ 1 വർഷവും 12 ദിവസവുമായി ജയിലിൽ കിടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്. അഴിമതിക്കെതിരായ മോദി സർക്കാരിന്റെ പോരാട്ടത്തിന്റെ വിജയം. മോദി സർക്കാർ അധികാരമുണ്ട്, അഴിമതി പുറപ്പിക്കില്ല, തിന്നുകയുമില്ല, തിന്നാൻ അനുവദിക്കുകയുമില്ല. അത് വ്യക്തമാക്കുന്ന രീതി എത്ര ഉന്നതനായാലും ശരി, അഴിമതി നടത്തിയാൽ നിയമവ്യവസ്ഥിത പ്രകാരമുള്ള എന്താ പറയാ ശിക്ഷ ഏറ്റുവാങ്ങിയേ തീരൂ. അത് ഇന്നലെ രാത്രി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. എത്ര ഉന്നതരായാലും മുഖ്യമന്ത്രി ആയാലും അഴിമതി നടത്തിയാൽ ശിക്ഷിക്കപ്പെടും. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. ആ മോദിയുടെ ഗ്യാരണ്ടി ഉയർത്തി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും എല്ലാം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇത് ജനങ്ങളുടെ പ്രക്ഷോഭമൊന്നുമല്ല, ഇത് അഴിമതിക്കാരുടെ പ്രക്ഷോഭമാണ്. അഴിമതിക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു വട്ടത്തിൽ കൂടിയിരുന്ന് നടത്തുന്ന പ്രക്ഷോഭമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ജനത ഈ പ്രക്ഷോഭത്തെ തള്ളിക്കളഞ്ഞത്. ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ഥലത്തും ഒരു പ്രക്ഷോഭം നടക്കുന്നില്ല. ദില്ലിയിൽ തന്നെ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഒരു ജനപിന്തുണയുമില്ല. പിന്നെ ഇന്ന് കോടതിയിൽ എന്താണ് നടന്നത്? കോടതി വളരെ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഭാഗത്താണ് നീതിയെങ്കിൽ എന്താണ് കോടതിയിൽ സംഭവിക്കുക? കോടതിക്ക് വളരെ ബോധ്യമായി, കൃത്യമായ തെളിവുകളാണ് ED സംഘം ഇന്ന് കോടതിയിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അഴിമതി, ബി.ജെ.പിയുടെ നിലപാട്, മോദിയുടെ ഗ്യാരണ്ടി, അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമുള്ള അറസ്റ്റ് അത് ഒഴിവാക്കാമായിരുന്നില്ലേ? ഇനി അതല്ല, അങ്ങനെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ആവശ്യമായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു നടപടിയിലേക്ക് കടക്കാമായിരുന്നില്ല. അപ്പൊ അതല്ല എങ്കിൽ ഭയപ്പെടുന്നുണ്ട്, തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ട് ഈ തരത്തിലുള്ള ചില നടപടികളിലേക്ക് കടന്നേ കഴിയുകയുള്ളൂ എന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണം ഉയരും. അതിനൊപ്പം ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പൊക്കെ നോക്കി നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റേ ദില്ലിയിൽ ഈ കെജ്രിവാൾ മുഖ്യമന്ത്രിയായ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും ഭാരതീയ ജനതാ പാർട്ടിയാണ് ജയിച്ചത്. 56% വോട്ടുകളോടെ 7 സീറ്റും ജയിച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് എന്ത് ഭയം? മോദി 3ാം വട്ടവും ഉറപ്പായിരിക്കുകയാണ്. മോദി സർക്കാർ ഉറപ്പായെന്ന് പ്രതിപക്ഷം പോലും പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഭയവും ആം ആദ്മി പാർട്ടിയെ ഇല്ല. ഇത് ഭയത്തിന്റെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെയോ പ്രശ്നമല്ല. ഇത് ഇത്രയും വലിയൊരു അഴിമതി നടന്നിരിക്കുന്നു. ആ അഴിമതി വർഷങ്ങളായി അന്വേഷിച്ചു വരികയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നത്. നിങ്ങൾ പറയൂ, കോൺഗ്രസ് ഒരു 4 മാസം മുന്നേ കോൺഗ്രസ് ദില്ലി ഘടകം ആവശ്യപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യണം, അറസ്റ്റ് ചെയ്യണം. അജയ് മാക്കൻ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ED അന്വേഷണം നടത്തുന്നു. പക്ഷെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇത്രയും തെളിവുണ്ടായിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് ഇരട്ടത്താപ്പ് കാണിച്ചു. കോൺഗ്രസ് പ്രക്ഷോഭത്തിനിറങ്ങുക. ഇത് തന്നെയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റേ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ പരിധിയിലാണ്.
ഇന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നാണ്. നാളെ മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുത്താൽ, അല്ലെങ്കിൽ CPM-ന്റെ ഉന്നത നേതാക്കൾക്കെതിരെ നടപടി എടുത്താൽ ഈ കോൺഗ്രസ്സുകാർ തന്നെ സമരം ചെയ്യും. അതാണ് ഇരട്ടത്താപ്പ്, കോൺഗ്രസിന്റെ ഞാൻ തിരികെ എത്താം. ആയുർ ബിജു